Hi friends, welcome back to Meenus Taste of Home. ഇന്ന് നമുക്ക് ഫ്രഞ്ച് മാക്രോൺസ് തയ്യാറാക്കാം. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് സാൻഡ്വിച്ച് കുക്കീസ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മുട്ട 2 എണ്ണം, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് ആൽമണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ബദാം പൊടിച്ചത്. അപ്പോൾ ബദാമിൻ്റെ തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഈ ഒരു ആൽമണ്ട് ഫ്ലോർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. ഇത് കൂടാതെ ഫ്ലേവറിനായിട്ട് വാനില എക്സ്ട്രാക്റ്റും ബ്ലൂ ജെൽ ഫുഡ് കളറും ചേർക്കുന്നുണ്ട്, 1 നുള്ള് ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഫ്രഞ്ച് മാക്രോൺസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. മാക്രോൺസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയുടെ വെള്ളയാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറിയ ബൗളിലേക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് മുട്ടയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ മാറ്റുന്നതിനായിട്ടാണ് ഇതുപോലെ ആദ്യം നമ്മൾ ചെറിയ ബൗളിലേക്ക് ചേർക്കുന്നത്. ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്ത് ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ മുട്ടയുടെ വെള്ള നമുക്ക് ബൗളിലേക്ക് ചേർക്കാം. മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞ ഒട്ടും തന്നെ ഈ ഒരു വെള്ളയിലേക്ക് മിക്സ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 മുട്ടയുടെ വെള്ളയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഈ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയുടെ വെള്ള തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് വിപ്പായി കിട്ടും. ഇപ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. 3 ബാച്ചായിട്ട് ചേർക്കാം. ഒരുമിച്ച് ചേർക്കരുത്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഈ വിപ്പായത് അതേപോലെ അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ 3 ബാച്ചായിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1.5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബീറ്റായി കിട്ടും. ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് ഇതിൽ കാണാം. അതാണ് കറക്റ്റ് സോഫ്റ്റ് പീക്കായി വരുന്നത്. ഈ ഒരു സമയത്ത് ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഇപ്പോൾ ഫുഡ് കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലേവർ മാത്രം ചേർത്താൽ മതി. ആദ്യം ഞാൻ 2 ഡ്രോപ്സ് ജെൽ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ മാക്രോൺസ് തയ്യാറാക്കുമ്പോൾ കഴിവതും ജെൽ ഫുഡ് കളർ തന്നെ ചേർക്കണം. ഇപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറാങ്ക് പെട്ടെന്ന് അങ്ങ് ലൂസായി പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിവതും ജെൽ ഫുഡ് കളർ തന്നെ ചേർക്കണം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലൂബെറിയോ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ കളർ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്പ് ഫുഡ് കളർ കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഡ്രോപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊരു സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി നേരം ബീറ്റ് ചെയ്യരുത്, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കറക്റ്റ് സ്റ്റിഫ് പീക്കായോ എന്ന് അറിയാനായിട്ട് ബൗളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മെറാങ്ക് താഴേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിലും ചേർക്കാം. ഇതിനോടൊപ്പം 1/4 കപ്പ് ബദാം പൊടിച്ചതും കൂടെ ചേർക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബദാമും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടും ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ട. ആദ്യം പകുതി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതിയാകും. ഈ ഒരു മുട്ടയുടെ വെള്ള സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പൊങ്ങി വന്നിട്ടുള്ള മുട്ടയുടെ വെള്ള അതേപോലെ അങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് മാറാതെ സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ആദ്യം ഇച്ചിരി ഡ്രൈ ആയിട്ട് പോലെ ഫീൽ ചെയ്യും,
നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. ഏകദേശം ഒരു 20 തവണ ഫോൾഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ബദാം പൊടിച്ചതും മുട്ടയുടെ വെള്ളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത്തെ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് വളരെ ഫൈൻ ആയിട്ടുള്ള ബദാമിൻ്റെ പൊടി നമ്മളിതിലേക്ക് അരിച്ചു ചേർക്കാം. ഫൈൻ അല്ലാതെ കിടക്കുന്ന ചങ്ക്സ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇനി രണ്ടാമത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസും സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് മാറാതെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ചോക്ലേറ്റ് ലാവ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോൺസ് പൈപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു റൗണ്ട് നോസിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് മാക്രോൺസിൻ്റെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു ലാവ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം. മുറിഞ്ഞു പോകാതെ ഇതുപോലെ നല്ലൊരു ലാവ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം. അതാണ് കറക്റ്റ് മാക്രോൺസിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോൺസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ഒരു ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം റൗണ്ടായിട്ട് നമുക്കിതൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇത് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മാക്രോൺസിൻ്റെ ബാറ്റർ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ബേക്ക് ആവുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി ഇത് തമ്മിൽ സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാക്രോൺസ് എല്ലാം പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വലിയ എയർ ഹോൾസ് എല്ലാം പോകുന്നതിനായിട്ട് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 20 മിനിറ്റ് ഈ ഒരു മാക്രോൺസിൻ്റെ ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതിനകത്തൊരു തിന്നായിട്ട് ഒരു ലെയർ ഫോം ആവും. അങ്ങനെ ചെയ്താലാണ് മാക്രോൺസ് ക്രാക്ക് ആവാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്രോൺസ് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ അത് ബേക്കായോ എന്നറിയാനായിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. അതുപോലെ മാക്രോൺസ് നമ്മളിങ്ങനെ നീക്കി നോക്കുമ്പോൾ നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ബേക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഓവർ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചേർത്തേക്കുന്ന കളറെല്ലാം ഒന്ന് ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിനി ഒരു 5 മിനിറ്റ് ഈ ഒരു ട്രേയിൽ തന്നെ തണുക്കാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ബട്ടർക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ ഫില്ലിംഗ് ആണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വേണമെങ്കിലും ചേർക്കാം. ഈ ഒരു ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് നോസിലൊന്നും വേണ്ട. ഞാൻ ആ സെയിം റൗണ്ട് നോസിലാണ് എടുത്തിട്ടുള്ളത്, നമ്പർ 12. ഇതിലേക്ക് ഫ്രോസ്റ്റിംഗ് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് പൈപ്പ് ചെയ്ത് തുടങ്ങാം. മാക്രോൺസ് കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം മാത്രം ആ ഒരു ബേക്കിംഗ് പേപ്പറിൽ നിന്ന് ഇളക്കിയെടുക്കുക. എന്നാലേ നമുക്കിത് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റൂ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഒട്ടും ക്രാക്ക് വീഴാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാക്രോൺസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തും ചെറുതായിട്ട് മാത്രം കളറ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഫ്രോസ്റ്റിങ് സാൻഡ്വിച്ച് കുക്കീസ് പോലെ ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് മാത്രം കുറച്ച് ക്രീം ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം സാൻഡ്വിച്ച് പോലെ
മറ്റൊരു കുക്കീസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ബ്ലൂ ഫ്രഞ്ച് മാക്രോൺസ് ഇവിടെ റെഡിയായി. വളരെ സോഫ്റ്റും ചൂയിയും ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.